വയനാട് നിരവധി പ്രദേശങ്ങളിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് പ്രകമ്പനം അനുഭവപ്പെട്ടു. ജിയോളജിക്കൽ സർവേയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, പഞ്ചായത്തും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമൊക്കെ ഒരു യോഗം കൂടിയതിനു ശേഷം ഒരുപക്ഷെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കൂടുതൽ പോകണോ എന്നുള്ള കാര്യം ഉടൻ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അർജുൻ തുടരുന്നുണ്ട് അമ്പലവയൽ പ്രദേശത്ത് നിന്ന്. അർജുൻ, അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇപ്പോൾ നമ്മൾ കാണുന്നത് തൊഴിലുറപ്പിന് ഇറങ്ങിയ അമ്മമാരെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവർ രാവിലെ തൊഴിലുറപ്പിന് ഇറങ്ങിയതാണ്. ഇവരോട് മാറി നിൽക്കാനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നു? മാറി നിൽക്കാനല്ല, പണി നിർത്തി പോകാൻ പറഞ്ഞു. തൊഴിലെടുപ്പൊന്നും മാറില്ല. ഈ പ്രദേശത്തിന്റെ വീട് തൊട്ടടുത്തൊക്കെ തന്നെ എല്ലാവരും അടുത്തടുത്ത് ഈ പറമ്പിൽ തന്നെ, ഈ തോട്ടത്തിൽ. ഇവിടെ അടുത്താണോ വീട്? ഇവിടെ 100 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് വീട്. 100 മീറ്റർ ചുറ്റളവിൽ ഞങ്ങൾക്ക് പേടി. നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയി ചെല്ലാനാ പറയുന്നത്, വീട്ടിലേക്ക് മാറി പോകാനാ പറയുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. ശരിക്കും അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പം ചെറിയ ഒരു പ്രകമ്പനമായിരിക്കാം. അപ്പം അതൊന്ന് നമ്മളൊരു ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. അതൊക്കെ ഈ പാറേൻ്റെ ചോട്ടിലല്ലേ ഒരുപാട് കല്ലുകൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സംഭവം ഉരുണ്ട് താഴേക്ക് പോരുമല്ലോ. ഇടയ്ക്കൽ അതെ, ഇവിടുന്ന് 1 കിലോമീറ്റർ ചില്ലറേ ഉള്ളൂ ഇടയ്ക്കൽ. അല്ലാതെ ഇപ്പോൾ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. അതാണ് ഒന്നാമത്. ചെറിയൊരു കാര്യം വലിയ കാര്യമാക്കിയിട്ട് നടത്തുന്നതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, എല്ലാവരും നമ്മൾ പണി നിർത്തി പോവുകയാണ് വീട്ടിലേക്ക്. ഈ പ്രദേശത്ത് നിന്ന് പോകാൻ ബന്ധുക്കളിങ്ങനെ നിർബന്ധിക്കുന്നത് നമ്മളോട്. ബന്ധുക്കളൊക്കെ വിളിച്ചോ? വിളിച്ചു, എല്ലാവരും വിളിച്ചു. ദൂരെ അക്കരെ കോഴിക്കോട്, മലപ്പുറം എല്ലായിടത്തും ഉണ്ട്, എല്ലാവരും വിളിയുണ്ട്. ഇവിടെ അല്ലാണ്ട് വേറെ ഈ പരിസര പ്രദേശത്ത് വേറെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടായിരുന്നു? ഇവിടെ ഈ പ്രദേശം കുറേ ആൾക്കാർ കേട്ടു എന്നല്ലേ പറയുന്നത്. മഞ്ഞപ്പാറ, താടിപ്പറമ്പ്, അങ്ങനെ ഈ ഒരു അമ്പൂത്തിമല ആണ് ശരിക്കും ഏറ്റവും അധികം ശബ്ദം ഉണ്ടായിരുന്നു പറയുന്നത്. നല്ല സൗണ്ടായിരുന്നു.